ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഗപ്പികളുടെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഗപ്പി ഫാം സ്റ്റാർട്ട് ചെയ്യേണ്ട അതിനെപ്പറ്റി ഒരു സീരീസ് ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഫാമിലേക്ക് ആദ്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഗപ്പികൾ ആൽബിനോ ഫുൾ റെഡ് വിഭാഗത്തിൽപ്പെട്ട ഗപ്പികളായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഗപ്പികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത്യാവശ്യം എണ്ണം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ കിട്ടിയ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളർത്തി വലുതാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബ്രീഡിംഗ് പേഴ്സ്. നമ്മൾ ഗപ്പികളെ മാക്സിമം ജൂനിയൽ സൈസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ബ്രീഡിങ്ങിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇന്ന ദിവസം കിട്ടിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-നും 15-നും ഇടയ്ക്കുള്ളൊരു റേഞ്ചിലുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് മാക്സിമം കിട്ടാറുള്ളത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ആദ്യം ഇട്ടിട്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 ദിവസത്തോളം പ്രായമുണ്ട്. ചെറുതായിട്ട് വാലിൻ്റെ അറ്റത്തൊക്കെ ചുവന്ന കളർ കയറി തുടങ്ങി. അപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് ഏകദേശം മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ വാലിന് കളർ കൂടിയതായിരിക്കണം മെയിലാവാനാണ് ചാൻസ് കൂടുതൽ, മറ്റേത് ഫീമെയിലും. അപ്പോൾ നമ്മളിവർക്ക് പൂർണ്ണമായി RTM ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഏകദേശം ഒരു 10-15 ദിവസത്തോളം. പിന്നെ നമ്മൾ ചെറുതായിട്ട് ആ കൂടെ പ്രിൻസിനൊക്കെ ആഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത്രയും നാൾ നമ്മളിവരെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയൊരു ട്രെയിലായിരുന്നു. അപ്പോൾ ആ ട്രെയിലിലെ വളർച്ചയുടെ സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വലിയ സ്ഥലം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ പയ്യെ അതിലോട്ട് ഇറക്കി വെക്കാം. ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ അതിലേക്ക് ഇറക്കി വിടാം. ആൽബിനോ ഫുൾ റെഡ് കൂടാതെ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് ഒരു വെറൈറ്റീനെയും കൂടി എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ ഫുൾ ബ്ലാക്കും ആൽബിനോ ഫുൾ റെഡ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഡിമാൻഡുള്ള ഗപ്പികളാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാനുള്ള മെയിനുള്ള കാരണം. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് കളറുള്ള ഗപ്പികൾക്ക് അതൊന്നും മിക്സും കാര്യങ്ങളൊന്നും ഇറങ്ങൂല. അതായത് നമുക്ക് മാക്സിമം ക്വാളിറ്റി പോവാണ്ട് മാക്സിമം നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫുൾ ബ്ലാക്കുകൾ എടുത്തിട്ടുള്ളത്. ആൽബിനോ വെറൈറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഐ ഐറ്റംസ് അത്രയ്ക്ക് കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള പ്രവണത കുറവാണ്. എങ്കിലും നമ്മൾ ഇവർക്ക് ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഇവരും കഴിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് ഇപ്പം അത്യാവശ്യം വല്ല ബ്രീഡ് ആവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കയറുന്ന രക്ഷപ്പെട്ടോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വരാം.